بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. عن أبي الدرداء رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول: من دعا لأخيه بظهر الغيب عند رأسه ملك فقال الملك الموكل به آمين ولك بمثله. رواه مسلم. أبو الدرداء رضي الله عنه ذكر حديث: من دعا لأخيه بظهر الغيب. ആരെങ്കിലും തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ ദുആ ചെയ്താൽ, അവൻ ആവശ്യപ്പെടാതെ അവനോടുള്ള ഇസ്ലാമിക സ്നേഹത്തിന്റെ പേരിൽ അവന്റെ അഭാവത്തിൽ, അവൻ അറിയാതെ, അവൻ കേൾക്കാതെ അവന് വേണ്ടി ഖൈറിന് വേണ്ടി ആരെങ്കിലും ദുആ ചെയ്താൽ, ഖാല അൽ മലക്കുൽ മുവക്കലു ബിഹി, ആ ദുആ ചെയ്യുന്ന വ്യക്തിയെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും: ആമീൻ, അല്ലാഹു നിന്റെ ദുആക്ക് ഉത്തരം നൽകട്ടെ. വലക ബിമിസ്ൽ, അതേപോലെ അല്ലാഹു നിനക്കും, നീ എന്താണോ നിന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്തത് അതേ കാര്യം അല്ലാഹു നിനക്കും നൽകട്ടെ എന്ന് ആ മലക്ക് ദുആ ചെയ്യും. അപ്പോൾ ഒരു മുഅ്മിനിന് വേണ്ടിയിട്ട് ഒരാൾ അവന്റെ അഭാവത്തിൽ ആ മുഅ്മിനിന് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്താൽ, ഇവന്റെ അടുക്കലുള്ള മലക്ക് ഇവന്റെ ഖൈറിന് വേണ്ടിയും ദുആ ചെയ്യും. മറ്റേ ഹദീസിൽ കാണാം: ദഅവത്തുൽ മർഇൽ മുസ്ലിം ലിഅഖീഹി ബിദഹ്രിൽ ഗൈബി മുസ്തജാബത്തു. തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരം ലഭിക്കുന്നതാണ്. ഖാല അൽ മലക്കുൽ ഇൻദ റഅസിഹി മലക്കുൻ മുവക്കൽ, ആ ദുആ ചെയ്യുന്ന വ്യക്തിയുടെ തലഭാഗത്ത് അവനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ടാവും. ഖാല അൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ, ആ മലക്ക് ഇവന്റെ ദുആക്ക് ആമീൻ പറയുകയും ഇവന് വേണ്ടി അതേ ഖൈറുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ മുസ്ലിമായ സഹോദരന് വേണ്ടിയിട്ട് അവൻ അറിയാതെ, അവൻ കേൾക്കാതെ അവന്റെ ഖൈറിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് മലക്കുകൾ അതേ ഖൈറിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാനുള്ള ഒരു കാരണമാണ്. മലക്കുകളുടെ ദുആ അല്ലാഹുവിലേക്ക് തള്ളപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുന്ന ദുആ. അതുപോലെ തന്നെ തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹുവിലേക്ക് മുസ്തജാബ് ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് പരസ്പരം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, സഹപാഠികൾക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്യുക. മറ്റുള്ളവർ എന്തൊക്കെ ഖൈറിന് വേണ്ടിയിട്ടാണ് നാം ദുആ ചെയ്യുന്നത്, അതേ ഖൈറുകൾ നമുക്ക് കിട്ടാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഖൈറുകൾക്ക് വേണ്ടി ധാരാളമായി ദുആ ചെയ്യുന്നു. ഇവിടെ പ്രവാചകന്മാരുടെ, റസൂൽ നബിമാരുടെ ശീലം അതായിരുന്നു. മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തത് ഖുർആൻ പറയുന്നുണ്ട്: ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, പിന്നീട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാം. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്: ഖാല റബ്ബി ഗ്ഫിർ ലീ വലി അഖീ വഅദ്ഖിൽനാ ബിറഹ്മതിക. ഖാല റബ്ബി ഗ്ഫിർ ലീ വലി അഖീ, അല്ലാഹുവേ എനിക്കും അതുപോലെ തന്നെ എൻ്റെ സഹോദരന് നീ പുറത്തു തരണം. സഹോദരനെ ചോദിച്ചു. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം: റബ്ബി ഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും മുഅ്മിനീകൾക്കും നീ പുറത്തു തരണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. കാരണം മറ്റുള്ള മുഅ്മിനീകൾക്ക് വേണ്ടി ഖൈറിന് ദുആ ചെയ്താൽ തനിക്ക് വേണ്ടി അതേ ഖൈറിന് മലക്കുകൾ അല്ലാഹുവോട് ദുആ ചെയ്യും. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, അദ്ദേഹം അബൂ ദർദാ എല്ലാ ദിവസവും നിസ്കാരത്തിൽ തന്റെ 360ഓളം കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരു ദിവസം ഭാര്യ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ തന്റെ മുഅ്മിനായ സഹോദരന് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്താൽ മലക്കുകൾ അതേ ഖൈറിന് വേണ്ടി ഇവന് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ മലക്കുകളുടെ ഖൈറിന് വേണ്ടിയുള്ള ദുആ ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു 360ഓളം തന്റെ കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്.
ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ താരീഖിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അതുപോലെ തന്നെ ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ താരീഖിൽ സലഫുകളെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. അവർക്കൊരു കടലാസിൽ എഴുതി വെക്കുമായിരുന്നു തന്റെ കൂട്ടുകാരുടെ പേരുകൾ, 300ഓളം കൂട്ടുകാരുടെ പേരുകൾ അവർ എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞതാണ് ദുആ ചെയ്യുന്നത്. അവരൊക്കെ അത് ആഗ്രഹിച്ചു. കാരണം നാം നമ്മുടെ സഹോദരന് ദുആ ചെയ്താൽ അതേ ഖൈറിന് വേണ്ടി അതിനേക്കാൾ നല്ല രീതിയിൽ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ അധികരിപ്പിക്കും. സ്വന്തം കാര്യം മാത്രം ചോദിക്കാതെ തന്റെ സഹോദരങ്ങളുടെ ഖൈറുകൾക്ക് വേണ്ടി ചോദിക്കുക. കാരണം മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ ദുആ ഈ കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم. لي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه